ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ ടീച്ചറെ? ജോയിൻ ചെയ്തില്ലേ ടീച്ചർ എല്ലാവരും? ഹലോ ടീച്ചർ 72 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് പാടുന്ന കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ പ്രയർ പാടുന്ന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശീതളല്ലേ പാടുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ ടീച്ചർ? ഒഫീഷ്യലി ഓക്കെ ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം ടീച്ചർ. ജസ്റ്റ് ഒന്ന് okay. So good morning one and all. So today we are starting the third and the final day of student project orientation program 2020. It's a joint venture of MTI Thrissur, GPTC Palakkad and GPTC Chalakkara. It's a collaborative program for encouraging collaborative projects between colleges and between different branches of colleges and between different students of each branch. So this today this program is being started by a prayer from Miss Sheetal. She will be singing a prayer for us for seeking God Almighty. Let us start this program. Sheetal, you are invited, please. ശീതൾ മൈക്ക് ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേ ദിയും കർമ്മഭൂവിൽ തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതി ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേ ദിയും കർമ്മഭൂവിൽ തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതി നാമം ഇന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുള്ളിൽ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. സർവമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേ ദിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിലും നമ്മിൽ വാഴും മാതിനാമം എന്നും വാഴ്ത്തിടാം. Thank you, Sheetal. So today we are beginning with a session by Ms. Rajalakshmi, teacher of MTI Thrissur. Madam will be giving us an insight into various project topics that can be there in environmental engineering branch.
So I would like to invite Ms. Rajalakshmi teacher for giving us the session. Good morning, students, and good morning, my colleagues. ഇന്ന് നമുക്ക് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചുള്ള കുറേ ടോപ്പിക്സ്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവയർനെസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കഴിഞ്ഞ ക്ലാസ് 2 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ വിവിധ പ്രോജക്റ്റ് കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടും ഉള്ള ഒരു സ്റ്റഡിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾ എടുക്കാനുള്ള പ്രോജക്റ്റ് ഒക്കെ ഏകദേശം നിങ്ങളുടെ മനസ്സിലായി കാണും. അപ്പം ഇന്നത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ ഒരു ഫുൾ അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 2 ക്ലാസ്സുകളോടും കൂടി, ഇന്നത്തെ 2 ക്ലാസ്സുകളോടും കൂടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളോടും കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വർഷത്തെ 5th 6th സെമസ്റ്ററുകളിലെ പ്രോജക്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം, ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആണ്. ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ പോകുന്ന പ്രോജക്റ്റുകൾ ആക്ച്വൽ കേസ് സ്റ്റഡീസ് കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് ഇന്നിപ്പോൾ ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡി നാളെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങളൊരു BTech MTech ലെവലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു PhD ലെവലൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതാണ് ഏറ്റവും ഒരു കേസ് സ്റ്റഡി ഒക്കെ എടുക്കുമ്പോഴൊരു അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറയുന്നൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മളുടെ ഈ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊക്കെ അവർ പറയുന്നത് മാറി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ്സുകളിലൊക്കെ വരാനൊക്കെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേസ് സ്റ്റഡീസ് എടുത്ത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ധാരാളം പ്രോജക്ട്സുകളുണ്ട്. നമുക്കൊരു അവയർനെസ് ഇപ്പോൾ എന്തായാലും ഓൾറെഡി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് എല്ലാ കുട്ടികൾക്കും നമ്മുടെ 3 പോളിടെക്നിക്കിലെ MTI, ചേലക്കര, പാലക്കാട് ഏരിയ പോളിടെക്നിക് കുട്ടികൾക്ക് സാധിക്കട്ടെ. ഓരോ പോളിടെക്നിക്കിനെയും കുറിച്ച് പറയുമ്പോൾ അവരോട് ബന്ധപ്പെട്ട അവരുടെ ആ സറൗണ്ടിങ് ഏരിയയോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ എൻവിറോൺമെന്റൽ ആയതുകൊണ്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ടോപ്പിക് സെലക്ഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയാം. കാരണം ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചിട്ടാണ് നമ്മൾ വർക്ക് നീക്കി കൊണ്ടുപോവുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും അതിനെ നിങ്ങളുടെ ആ ടോപ്പിക്കിനെ ഗൈഡ് ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഓക്കെ ടീച്ചർ. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ട്. തൃശ്ശൂർ ആൻഡ് സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ്. ഇന്ന് നമ്മുടെ സ്റ്റുഡൻറ് പ്രോജക്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം 2020 conducted by Civil Engineering Department of Palakkad Government Polytechnic College, Maharajas Technological Institute Thrissur and Chelakara Government Polytechnic College. അപ്പോൾ നമ്മളുടെ SPOP പ്രോഗ്രാമിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 2 ദിവസവും നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ്, നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുപോകണമെന്നും ഏകദേശം ഏതൊക്കെ സബ്ജക്റ്റുകളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ 2 ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ ഏകദേശം ഏതൊക്കെ സബ്ജക്റ്റ് ഞങ്ങൾക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ധാരണയായിട്ടുണ്ടാവും പലർക്കും. അപ്പൊ അതിന് കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നമ്മളുടെ ഇന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ടോപ്പിക്കിൽ വരുന്ന പോർഷൻസ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ സബ്ജക്റ്റുകളായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് എടുക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് തരുന്നത്. അപ്പൊ ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്ത് അതിനൊരു പ്രോജക്റ്റിന്റെ രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഓക്കെ. അപ്പോ ഈ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഭൂമിയിൽ നമ്മളിപ്പോ
നമ്മൾ ഇപ്പൊ ഈ ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മളുടെ പഴയ ആൾക്കാരോടൊക്കെ ചോദിക്കുക, നമ്മളുടെ അമ്മൂമ്മ, മുത്തശ്ശൻ, അല്ലെങ്കിൽ അവരുടെ അമ്മാച്ചൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മാച്ചൻ അവരോടൊക്കെ ചോദിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ഭൂമി എങ്ങനെയായിരുന്നു ഒരു 10 വർഷം മുൻപ്, എങ്ങനെയായിരുന്നു ഒരു 20 വർഷം മുൻപ്, എങ്ങനെയായിരുന്നു ഒരു 30 വർഷം മുൻപ്. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഒരു ഏകദേശം ഒരു 80-90 വയസ്സായിട്ട് ആൾക്കാരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് പണ്ടത്തെ ഈ നമ്മളുടെ എങ്ങനെയായിരുന്നു എൻവിറോൺമെന്റ്, കാലാവസ്ഥ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ നദികൾ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നിങ്ങളിപ്പോ കുട്ടികളാണ്, ഇപ്പൊ ഏകദേശം ഒരു 15 നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്ന കുട്ടികൾ ഒരു 20 വയസ്സിന് അല്ലെങ്കിൽ 22 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനു മുൻപ് ഒരു 1, 2, 3 ഡീക്കേഡിന് മുൻപ് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അതിന് മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ചേഞ്ചസ് നമ്മളുടെ ഭൂമിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാച്ചുറലി വരുന്ന കുറെ ചേഞ്ചസ് ഉണ്ടാവും, മാൻമെയ്ഡ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ പാർട്ട് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുറെ, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ടുണ്ടായിട്ടുള്ള കുറെ നമ്മളുടെ ആവാസ വ്യവസ്ഥയൊക്കെ കേടുപാട് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ മൂലമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് അങ്ങനെയാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് എഞ്ചിനീയറിംഗ് സ്റ്റഡി ആയത്. നിങ്ങൾക്കിപ്പോ പഠിക്കേണ്ട എൻവിറോൺമെന്റൽ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് തന്നെ പഠിക്കാനുണ്ട്. അത് വളരെ അടുത്ത കാലത്തായിട്ട് സിലബസിൽ ഉൾക്കൊള്ളിച്ചതാണ്. അത് എന്തിനു വേണ്ടി ഉൾക്കൊള്ളിച്ചെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിനെക്കുറിച്ച് അവെയർ ആവണം എന്നുള്ളതും, ഭൂമിയുടെ ഇപ്പോഴത്തെ ഭൂമിയുടെ എൻവിറോൺമെന്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആവശ്യമാണെന്നുള്ളതും, ഈ എൻവിറോൺമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഭാവി ഒരു തലമുറ, അല്ലെങ്കിൽ ഭാവിയുള്ള ഒരു ഭൂമിയിൽ നല്ല രീതിയിലുള്ളൊരു ആവാസ വ്യവസ്ഥ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് നമ്മളാണ് ബാധ്യസ്ഥര്. വരും തലമുറയ്ക്ക് വേണ്ടി ഇത് നല്ല രീതിയിൽ കാത്തുകൊണ്ട് പോകേണ്ടത് നമ്മളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണമെന്നൊക്കെ നമ്മൾ സംശയിക്കണം, അല്ലെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കപ്പോ ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അതിലിപ്പോ ഫസ്റ്റ് ടോപ്പിക് ഞാനിവിടെ കുറച്ച് ടോപ്പിക് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിലും കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ്. ഒന്ന്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്. അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. എന്താണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആൻഡ് ഡിമോളിഷൻ വേസ്റ്റിന് സാധാരണയായിട്ട് CND വേസ്റ്റ് എന്ന് പറയാം. CND വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്. അപ്പൊ കൺസ്ട്രക്ഷൻ വേസ്റ്റിൽ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾക്കൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മളിപ്പോ സൈറ്റിൽ ഇറക്കുക. അപ്പൊ ആ മെറ്റീരിയൽസ് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇഷ്ടിക പണി ചെയ്യണം, കരിങ്കല്ലിന്റെ പണി ചെയ്യണം, അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ പണി ചെയ്യണം. അപ്പൊ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഇറക്കുന്ന മെറ്റീരിയൽ അത്ര തന്നെ യൂസ് ചെയ്യണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ കുറെ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരും, മെറ്റീരിയൽ അധികമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരും. അപ്പൊ അത്തരം മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, അത് എവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പൊല്യൂഷൻ എഫക്ട് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഡിമോളിഷൻ വേസ്റ്റ്. ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ്. ഇപ്പൊ എല്ലാ ബിൽഡിങ്ങിനും ഒരു കാലാവധി ഉണ്ടല്ലോ. ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൊളിച്ചു കളയേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഡിമോളിഷൻ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി നമ്മൾ ഡംപ് ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ ലാൻഡ് ഫില്ലൊക്കെ ചെയ്യുന്നത്, താഴ്ന്ന സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന പൊല്യൂഷൻ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അതുപോലെ അപ്പൊ ആ പൊല്യൂഷൻ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്, സാധാരണ നമുക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഉണ്ടാവുന്നത്, ബിൽഡിംഗ് ആക്ടിവിറ്റീസ് മുഖേന ഉണ്ടാകുന്ന കോൺക്രീറ്റിന്റെ വേസ്റ്റ്, ടൈല്, ബ്രിക്സ്, ഡ്രൈവാൾ, ആസ്ഫാൾട്ട്, പ്ലാസ്റ്റിക്സ്, മെറ്റൽസ്, വുഡ്സ്, റോക്സ്, ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്ന കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആണ്. ചില കൺസ്ട്രക്ഷൻ വേസ്റ്റ് ബയോഡിഗ്രേഡബിൾ ആയിരിക്കും, ചിലത് നോൺ ബയോഡിഗ്രേഡബിൾ ആയിരിക്കും, ചിലത് ഹെവി ആയിരിക്കും, ചിലത് ബൾക്കി ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ലാൻഡ് ഫില്ലിന് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പൊല്യൂഷൻസും കൂടി നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ കൺസ്ട്രക്ഷൻ വേസ്റ്റ് വരുന്നത്, അല്ലെ? ടൈൽസ്, ഫ്ലോറിങ്ങിന്റെ വേസ്റ്റ്, ബ്രിക്കിന്റെ വേസ്റ്റ്,
അവിടെ ബിൽഡിങ് മൊത്തത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ നമ്മളുടെ കൊച്ചിയിലോ മറ്റൊരു ഫ്ലാറ്റ് മൊത്തത്തിലൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ. അപ്പൊ ആ ഫ്ലാറ്റ് മൊത്തത്തിലൊക്കെ പൊളിച്ചപ്പോൾ അതിന്റെ എന്തെല്ലാം വേസ്റ്റ് അതിൽ വരുന്നുണ്ട്. അത് അടുത്ത് തന്നെ നമ്മുടെ ഒരു പാലം പൊളിക്കാൻ പോകുന്നു, പാലാരിവട്ടം പാലം, നമ്മളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലാരിവട്ടം പാലം, അത് പൊളിച്ചു കളയാൻ പോകുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കൺസ്ട്രക്ഷൻ വേസ്റ്റ്, കമ്പി, സിമെന്റ്, മണല്, മെറ്റല്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുമോ, അതോ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ വർക്ക് യൂസബിൾ മെറ്റീരിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ നെക്സ്റ്റ്, ദ മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ, ദ ഫോളോയിങ് ആർ ദ മെറ്റീരിയൽസ്. കൺസ്ട്രക്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്ന വുഡ്, ഡ്രൈവർ, മേസൺറി, ഇതൊക്കെ ജിപ്സം വാൾ ബോർഡ്, അതുപോലെ പ്ലൈവുഡ്, ചിപ്പ് ബോർഡ്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെയാണ്. സോഡസ്റ്റ്, ഇതൊക്കെ നമുക്ക് സാധാരണ കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇനി കൺസ്ട്രക്ഷൻ വേസ്റ്റ് കമ്പോണന്റ്, അതിൽ വരുന്ന പ്ലാസ്റ്റിക്, PVC, സ്റ്റൈറോഫോം, ഇൻസുലേഷൻ, പ്ലാസ്റ്റിക് ഷീറ്റ്, കാർഡ്ബോർഡ്, ഇതൊക്കെ ഇങ്ങനെ പലതരം നമ്മളതിനെ വേർതിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ, ഡിമോളിഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മൾ ആദ്യം തരംതിരിക്കണം. ഏതൊക്കെ തരം മെറ്റീരിയൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തരംതിരിക്കുക, യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിനെ വേറെ തരംതിരിക്കുക, ജസ്റ്റ് ഫോർ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്ത് കളയേണ്ട മെറ്റീരിയലിനെ വേറെ തരംതിരിക്കുക. ചില മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പൊ സ്റ്റീല്, അങ്ങനെയുള്ള സ്റ്റീലൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ പഴയ വീടൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിന്റെ എന്തെല്ലാം അതിൽ നിന്ന് മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമുക്ക് ഇപ്പൊ എടുക്കാവുന്ന ഒരു പ്രോജക്റ്റ്. ഇപ്പൊ ഇതിൽ നിന്ന് അതാണ്, ഇപ്പൊ നമുക്കൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ ഡിമോളിഷ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് വേറൊരു പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ വുഡ്, അല്ലെങ്കിൽ ടൈല്, പഴയ ബിൽഡിംഗ് ആണെങ്കിൽ ടൈല്, ഫ്ലോർ ടൈല്, അതുപോലെ ബ്രിക്സ്. അപ്പൊ അത് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ്, ഒരു പഴയൊരു ബിൽഡിംഗ് നിങ്ങളുടെ ഏരിയയിലുള്ള ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുകയാണെങ്കിൽ, ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുമ്പോൾ എന്തുമാത്രം മെറ്റീരിയൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു നമുക്ക് സയന്റിഫിക്കലി നമുക്ക് എന്താ പറയാ, അതിനൊരു കൃത്യമായിട്ട് സ്റ്റഡി നമുക്ക് നടത്തിയിട്ട് നമുക്ക് ആ മെറ്റീരിയൽ ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ് എത്ര, ഓർ അതർവൈസ് നമ്മൾ അതൊരു എല്ലാം പുതിയ മെറ്റീരിയൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ റിവർ സാൻഡ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പൊ റിവർ സാൻഡേ ഇല്ല, കിട്ടാനില്ല റിവർ സാൻഡ്. അപ്പൊ നമ്മൾ അതിന് വേറെ എം സാൻഡ് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അതും ഇപ്പൊ കുറെ കഴിഞ്ഞാൽ കിട്ടാനില്ലാണ്ടാവും, എം സാൻഡും ഒക്കെ. ക്വാറിയിൽ നിന്നൊക്കെ നമുക്ക് അതൊക്കെ എന്താ പറയാ, എല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ നാച്ചുറൽ റിസോഴ്സസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ കലങ്ങളായിട്ട് നാച്ചുറൽ റിസോഴ്സസ്, മണലായാലും മെറ്റലായാലും റോക്കൊക്കെ നമ്മൾ പൊട്ടിച്ചിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുക. വുഡ് ഇല്ലേ, ഫോറസ്റ്റേ അധികം ഇല്ല എന്ന് പറയാം. അപ്പൊ മരം കിട്ടാനില്ല. അപ്പൊ എല്ലാം നമ്മള് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും നമ്മള് ഓൾറെഡി നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്നതാ. അപ്പൊ ഈ മെറ്റീരിയൽ നമ്മൾ അവിടെ പുതിയതായിട്ടൊന്നും വരുന്നില്ല. റിന്യൂവബിൾ മെറ്റീരിയൽ എന്ന് പറയും, റിന്യൂവബിൾ എനർജി എന്ന് പറയാം. പിന്നെ റിന്യൂവബിൾ അല്ല, നമ്മളിത് ഒരു കുറെ കൂട്ടി ഭൂമിയിൽ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്, അതിനെങ്ങനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്ന റേറ്റ് കൂടുതലും അത് തിരിച്ച് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇല്ലാന്ന് തന്നെ പറയാം അല്ലെ. അപ്പൊ അത്രയും കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലം കഴിഞ്ഞ് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് തന്നെ അവൈലബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് ദ വേസ്റ്റ് മെറ്റീരിയൽ ഫോർ ന്യൂ കൺസ്ട്രക്ഷൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി ഇതേ മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡിമോളിഷ് ചെയ്തിട്ടുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ എർത്തിന് ഒരു പൊല്യൂഷൻ പ്രോബ്ലം ആയിട്ട് മാറുകയുമില്ല. ഒപ്പം നമുക്ക് പുതിയ ഒരു മെറ്റീരിയൽ, അതിന് പുതിയ ടെക്നോളജി ഒക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശാന്തിലാൽ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, ആർക്കിടെക്റ്റ് ആണ് അയാള്. അദ്ദേഹം ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ ആ ആർക്കിടെക്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വീട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അവര് പഴയൊരു വീട് നല്ല ഭംഗിയൊക്കെയുള്ള വീട്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പഴയ വീട് അത്രയും പറ്റില്ലല്ലോ. അപ്പൊ അവര് കുറെ കാലം കഴിഞ്ഞാൽ പഴയ വീടിനെ ഇടിച്ച് പൊളിച്ച് നമുക്കതിനെ പുതിയ വീടാക്കിയിട്ട് പുതിയ ടെക്നോളജി അനുസരിച്ച് പണിയാം. അപ്പോൾ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് പണിയാം. അപ്പൊ ആ പൈസ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പണം ചിലപ്പോൾ കടമെടുക്കേണ്ടി വരും. അങ്ങനെ ഈ വീട് പണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊരു കടക്കാരനായി മാറാം.
അങ്ങനെയൊക്കെയായി മാറാം. അങ്ങനെ എല്ലാം ഒരു ബാഡ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. ഇഷ്ടംപോലെ പണമുള്ളവരെ സംബന്ധിച്ച് നമ്മൾ പറയുന്നില്ല കേട്ടോ, ആ കാര്യം ഒരു പുതിയ വീടൊക്കെ വെച്ചോട്ടെ. പക്ഷേ അങ്ങനെ ഒരു പുതിയ വീട് വെക്കുമ്പോഴും അവര് നമ്മളുടെ എന്താ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, നമുക്ക് പുതിയ വീട് വെക്കാം എന്നുള്ളതല്ല. അങ്ങനെ പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ എവിടുന്നാ ഈ മെറ്റീരിയൽ എടുക്കുന്നത്? ഇത് മെറ്റീരിയലൊക്കെ നമ്മളുടെ നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട, ഭൂമിക്ക് അവകാശപ്പെട്ട മെറ്റീരിയലാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ ആ മെറ്റീരിയൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ തിരിച്ച് നമ്മളവിടെ വെക്കുന്നുണ്ടോ? കുറച്ച് കരിങ്കല്ല് നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മുടെ വീടിന് വേണ്ടി ഭംഗിയായിട്ട് വെച്ചു, തിരിച്ച് ആ കരിങ്കല്ല് അവിടെ ആരെങ്കിലും കൊണ്ടുവയ്ക്കുന്നുണ്ടോ? ഇല്ല. എന്തായാലും ഇപ്പൊ സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ എന്തുമാത്രം എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ സിമെന്റും മണലും സിമെന്റും സ്റ്റീലും എല്ലാം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരുപാട് എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ എനർജി സേവിങ് ആയിട്ടുള്ള നമുക്ക് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ശാന്തിലാൽ ചെയ്തിട്ടുള്ള ആ ബിൽഡിങ് മാക്സിമം ഒരു 60% മെറ്റീരിയലും യൂസ്ഡ് ഫ്രം ദി ഓൾഡ് ബിൽഡിംഗ്. അപ്പൊ അവരുടെ വീട് പൊളിച്ച് ആ വീടിന്റെ മെറ്റീരിയലാണ് ഒരു 60% മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 40% മെറ്റീരിയലാണ് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഇതേപോലെ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തുമാത്രം പൊല്യൂഷൻ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ലേ? ഇനി quantity of construction waste, we can calculate the quantity of construction waste for a particular area, panchayat etc. for our project. അപ്പൊ നമ്മളുടെ ഒരു പ്രോജക്റ്റ് വർക്ക് ഒരു ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത്, ഇപ്പൊ ചേലക്കര ആണെങ്കിൽ ചേലക്കര പഞ്ചായത്ത്, അല്ലെങ്കിൽ തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ, പാലക്കാടാണെങ്കിൽ പാലക്കാട് ഏരിയയില് അവിടെ വരുന്ന ആ ഒരു ലൊക്കാലിറ്റി എടുത്തിട്ട് അവിടത്തെ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഏരിയ എടുത്തിട്ട് ആ ഏരിയയിൽ ആ പഞ്ചായത്തിൽ വരുന്ന എത്രമാത്രം പഴയ ബിൽഡിങ്ങുകളുണ്ട്, ആ പഴയ ബിൽഡിംഗ് ഡീമോളിഷ് ചെയ്യേണ്ട ബിൽഡിങ്ങുകളുണ്ട്, ആ ഡീമോളിഷ് ചെയ്യുമ്പോൾ എത്രമാത്രം ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് അതിൽ നിന്ന് റീയൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള സ്റ്റഡി നടത്താം. ആക്ച്വൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഒരു വർക്ക് ഡീമോളിഷൻ ചെയ്ത് റീയൂസ് ചെയ്യുന്ന മെറ്റീരിയൽ റീയൂസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അതിന്റെ ആക്ച്വൽ സ്റ്റഡി നടത്തുക. അതൊരു നല്ല പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക്. അപ്പൊ എത്രമാത്രം നമുക്ക് കോസ്റ്റ് ലാഭിക്കാം. അപ്പൊ ഞാൻ കോസ്റ്റിന്റെ കാര്യം മാത്രമല്ല, പൈസയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എത്രമാത്രം എനർജി സേവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം. ഭൂമിയിൽ നിന്ന് മെറ്റീരിയൽ നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ മണലായാലും കരിങ്കല്ലായാലും അല്ലെങ്കിൽ വുഡായാലും ഒക്കെ റീയൂസബിൾ ചെയ്യാവുന്ന മെറ്റീരിയൽസിനൊക്കെ റീയൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പൊ പറയാം, ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽ നമുക്ക് കിട്ടും. പിന്നെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിൽ കോൺക്രീറ്റ് തന്നെ നമ്മൾ അതിന്റെ കോൺക്രീറ്റ് വേസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പുതിയ കോൺക്രീറ്റിന്റെ അഗ്രഗേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് അതിന്റെയൊക്കെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പോ കാരണം സാധനങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു പോവുക, നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അന്വേഷിച്ചു പോവുക. അപ്പൊ ഇഷ്ടംപോലെ ഇതുവരെയുള്ള ആൾക്കാർ ഉപയോഗിച്ചു, പിന്നെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനില്ല. അപ്പോഴാണ് നമ്മൾ സ്റ്റഡീസ് അങ്ങനെ പോകുന്നത്. കോൺക്രീറ്റ് ഒക്കെ നമുക്ക് പൊട്ടിച്ചെടുത്ത് അതിനെ ഗ്രേഡ് ചെയ്തിട്ട് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ അഗ്രഗേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കും ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്രയും വലിയ പ്രോജക്റ്റിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം ഇതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ആക്ച്വൽ എടുത്തിട്ട് അതിന് ഡിമോളിഷ്ഡ് മെറ്റീരിയൽസ് എത്രമാത്രം ആ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡി നടത്തുക. എന്നിട്ട് അതിന്റെ കോസ്റ്റ് അനാലിസിസ് കമ്പയർ ചെയ്യാം. കോസ്റ്റ് നമുക്ക് രണ്ടിനും വരുന്ന കോസ്റ്റ് ന്യൂ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കമ്പയർ ചെയ്യാം. ഒപ്പം തന്നെ നമുക്കൊരു എൻവിറോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾവേസ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻവിറോൺമെന്റിനെ അതെത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡിയും കൂടി ചെയ്യാം. അപ്പൊ അത്രയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, സ്റ്റീല്, ബ്രിക്സ്, റബ്ബിള്, ഇതൊക്കെയാണ് ഈ ഡിമോളിഷൻ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്നത് വരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ട് ഇതിലിട്ടു എന്ന് മാത്രം. പിന്നെ
ഇതിൽ പറയുന്നത് so far as our project is concerned, we should select a construction project which can be constructed the major part of the construction by using the demolition and construction C&D waste effectively by adopting the advantages of this technique. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൺസ്ട്രക്ഷൻസ് ചെയ്യും. അപ്പൊ അത് ബിൽഡിങ്ങിന്റെ കേസിൽ മാത്രമല്ല കേട്ടോ, പല കേസിലും ഇപ്പൊ നമുക്കൊരു പേവിങ് ചെയ്യാണ്ട്, മുറ്റം പേവിങ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏത് വർക്കിലായാലും റോഡിന്റെ വർക്കിലായാലും ഇപ്പൊ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് റോഡ് ചെയ്യുന്ന, ടാറിങ് ഒക്കെ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. അപ്പൊ ഏതൊരു വർക്ക് എടുത്താലും അവിടെയെല്ലാം നമുക്ക് ഈ ഡിമോളിഷൻ വേസ്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ it will be very useful for protecting our environment. ഇതാണ് ഈ സ്ലൈഡാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നത്. വി ക്യാൻ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഫോർ പർട്ടിക്കുലർ ഏരിയ ഓർ പഞ്ചായത്ത്. അതാണ് പ്രോജക്ട് ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ. ആൻഡ് ഡിസ്പോസൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ടൺസ് പെർ ഇയർ ആൻഡ് ഡിസ്പോസൽ കൺസ്ട്രക്ഷൻ, ഇതും ഒരു പ്രോജക്റ്റ് ആയിട്ട് വേറെ ഗ്രൂപ്പിന് എടുക്കാവുന്നതാണ്. ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഏത് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് കണ്ടുപിടിക്കാം. അതുപോലെ ഒരു ഏരിയ പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ഓർ ഏരിയയില്, പിന്നെ ആ മുനിസിപ്പൽ ഏരിയയിൽ എത്രമാത്രം ഈ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒരു ഇയറിൽ വരുന്നുണ്ട് എന്ന് നമുക്കൊരു അസസ്മെന്റ്, ഒരു കണക്കെടുക്കാം. ഡിസ്പോസൽ ഓഫ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ബൈ ലാൻഡ് ഫിൽ, ലാൻഡ് ഫില്ല് എത്രമാത്രം കൺസ്ട്രക്ഷൻ വേസ്റ്റ് ലാൻഡ് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എത്രമാത്രം കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഡിസ്പോസൽ ഓഫ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ടൺസ് പെർ, ഒരു വർഷത്തിൽ എത്രമാത്രം കൺസ്ട്രക്ഷൻ വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അതുപോലെ ലാൻഡ് ഫില്ലിന് എത്ര ഉപയോഗിക്കുന്നുണ്ട്, ആക്ച്വൽ കൺസ്ട്രക്ഷൻ എത്ര ഉപയോഗിക്കുന്നുണ്ട്, അതും ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഇതിൽ വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നത് കൺസ്ട്രക്ഷൻ ഡിമോളിഷൻ വേസ്റ്റ് യൂസ് ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പെർസെന്റേജ് കോസ്റ്റ് അനാലിസിസിന് കമ്പയർ ചെയ്യാം. ഒപ്പം തന്നെ എത്ര പെർസെന്റേജ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്തു, ഡിമോളിഷൻ വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് നമുക്ക് എടുക്കാവുന്ന പ്രോജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിമോളിഷൻ വേസ്റ്റിനെ കുറിച്ചുള്ള, കൺസ്ട്രക്ഷൻ C&D വേസ്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് പ്രോജക്റ്റ് ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് റിവർ ഡെവലപ്മെന്റ് ആണ്. റിവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ശരി റിവർ റെജുവിനേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു പോർഷനാണ്. അപ്പം റിവർ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റിവർ ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ്. റിവർ നമുക്കറിയാം, വാട്ടർ വെരി പ്രഷ്യസ് ആണ് അല്ലെ, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ആണ് വാട്ടർ. ഇപ്പോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഈ വാട്ടറിന്റെ സ്കേഴ്സിറ്റി ആണ്. അത് നമുക്കറിയാം അല്ലെ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്ലെന്റി ആയിട്ട് എയർ, ഇപ്പൊ നമുക്ക് എയർ പ്ലെന്റി ആയിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ വെള്ളം പ്ലെന്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ നല്ല വെള്ളം, നല്ല പ്യുവർ വാട്ടർ ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഏകദേശം ഒരു 2 ഡിക്കേഡിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 3 ഡിക്കേഡിന് മുമ്പ് വരെ. ഇന്നത്തെ കാലത്ത് നമുക്ക് വെള്ളം പോലും നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളം, പ്യുവർ വാട്ടർ അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ചുറ്റുപാടും ഉള്ള, നമ്മളുടെ ജീവിക്കുന്ന ചുറ്റുപാടുള്ള കുളങ്ങളായാലും തോടുകളായാലും എല്ലാം നദികളായാലും ഒക്കെ പൊള്യൂട്ടഡ് ആണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ചെറിയ കുട്ടിക്കാലത്ത് നമുക്ക് പുഴകളും നദികളൊക്കെ എത്ര സുന്ദരമായി ഒഴുകുന്ന പുഴകളും നദികളും ആണെന്ന് അറിയാമോ? അന്നൊക്കെ ഇഷ്ടം പോലെ നമ്മളുടെ കവിഭാവനയിലൊക്കെ ധാരാളം വർണ്ണിച്ചിട്ടുള്ളതാണ് പുഴകളെയും. നിങ്ങൾ എത്ര പുഴകളുടെ കുറിച്ചുള്ള കവിതകളും കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെ പാട്ട് പാടാനായിട്ട് ഒരു പുഴയോ ഒരു അരുവിയോ അല്ലെങ്കിൽ നമുക്കൊരു ഒന്നും ഇപ്പൊ കാണുന്നില്ലെന്ന് തന്നെ പറയാം അല്ലേ. ഏറ്റവും നമ്മള് പരിപാവനമായ ഒരു നദിയായിട്ടാണ് ഗംഗാ റിവറിനെ സങ്കല്പിക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ ഗംഗാ റിവറിന്റെ അവസ്ഥയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. അത് പൊള്യൂട്ടഡ് ആയി കിടക്കുകയാണ്. അത് എങ്ങനെ പൊള്യൂട്ടഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മാൻ മെയ്ഡ് ആക്ടിവിറ്റീസ്.
നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിനെ ഇത്രയധികം പൊള്യൂട്ടഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഗംഗാ വാട്ടർ ഒക്കെ വളരെയധികം അതിൽ കുളിച്ചാൽ പുണ്യം കിട്ടുന്ന പറയാം, പുണ്യസ്നാനം എന്നൊക്കെ പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഗംഗയിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ പുണ്യമല്ല കിട്ടുക, ഒരുപാട് അസുഖങ്ങളാണ് കിട്ടുക നമുക്ക്. അതുപോലെ തന്നെ ഓരോ നമ്മളുടെ അടുത്തുള്ള കുട്ടിക്കാലങ്ങളിലൊക്കെ നമുക്കറിയാം എവിടെ കുളങ്ങളും തോടുകളിലൊക്കെ ആൾക്കാര് കുടിക്കാനും കുളിക്കാനും ഇറിഗേഷനും എല്ലാം ഉപയോഗിക്കുന്നത് ആ വെള്ളം തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇറിഗേഷന് പോലും ഉപയോഗിക്കാൻ ആ വെള്ളം പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും പൊള്യൂട്ടഡ് ആണ്. ചെടികൾക്ക് പോലും നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെയുണ്ടോ നമ്മുടെ മനുഷ്യന് കുടിക്കാനും കുളിക്കാനും. അപ്പോൾ വാട്ടർ ഇസ് എ വെരി നമുക്ക് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പ്യുവർ വാട്ടർ എന്ന് തന്നെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് കേരള ഈസ് നോട്ട് ഹോപ്പ്ഫുൾ ഇൻ കേസ് ഓഫ് availability of fresh water, and many parts of Kerala are facing acute water shortage and also facing the problem of contamination of water. അപ്പോ അതുപോലെ often the people in the rural area, especially in developing countries, are using contaminated water drawn from public wells, lakes and ponds for their usual purposes. അപ്പോൾ സാധാരണ നമ്മുടെ പർപ്പസിനൊക്കെ വേണ്ടി നമ്മളിപ്പോ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പൊള്യൂട്ടഡ് വാട്ടർ. ഇനി നമുക്കറിയാം സാധാരണ പണ്ടൊക്കെ പറയും കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നാ കേരളത്തിനെ പറയാം അല്ലെ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അർത്ഥം ഇറ്റ് ഈസ് ബ്ലെസ്ഡ് വിത്ത് ലോട്ട് ഓഫ് വാട്ടർ ബോഡീസ് ഇൻക്ലൂഡിംഗ് റിവേഴ്സ്, പോൺസ്, ലേക്സ്, സ്ട്രീംസ് എക്സെട്ര. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടംപോലെ കവികളും ഒക്കെ നമ്മളുടെ പുഴകളെ കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ കവികൾ ആർക്കും അങ്ങനെ വർണ്ണിക്കാനുള്ള അവസരമില്ല അല്ലെ. ബട്ട് നൗ ഡ്യൂ ടു ദ ഹയർ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, എക്സസീവ് ലാൻഡ് യൂസ്, ഇൻഡിസ്ക്രിമിനേറ്റ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻസ് ആൻഡ് സിവിയർ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് മെയ്ഡ് വേർഡ് നമ്മളെന്താ ഈ വേർഡ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള വേർഡ് ഇപ്പോൾ മാറിപ്പോയി കഴിഞ്ഞു. ഗോഡ്സ് ഓൺ കൺട്രി ഈസ് മീനിങ്ലെസ് ആൻഡ് ഓൾസോ നവഡേസ് കൺട്രി ബിക്കേം എ ഗ്രേവ് യാർഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. ഇപ്പൊ നമുക്ക് പേടിയെ ജീവിക്കാൻ. ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ അത് വേറെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പേടിയാ. എത്രമാത്രം ലാൻഡ് സ്ലൈഡ്സ്, എത്രമാത്രം ഉരുൾപൊട്ടല്, അതുപോലെ വെള്ളം കുടിക്കാനില്ല, നല്ല വെള്ളം കുടിക്കാനില്ല, പിന്നെ പൊള്യൂട്ടഡ് അല്ലാത്ത ഒരു ഭക്ഷണ സാധനങ്ങൾ പോലും നമുക്ക് കിട്ടാനില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിപ്പിക്കാന്ന് തോന്നരുത്, ഇതാണ് യാഥാർത്ഥ്യം അല്ലെ. അതിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോ ടു അറ്റൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റെജുനുവേഷൻ ഓഫ് വാട്ടർ ബോഡീസ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ. അപ്പോ ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു regenerate our water bodies. Water bodies means lake, well, etc. For that, the government of Kerala adopted an ambitious project of rejuvenation of water bodies in associating with Haritha Kerala Mission. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഇപ്പോൾ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജലസമൃദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രോജക്റ്റുകളിൽ കൂടെ ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ വാട്ടർ ബോഡീസ് പ്യൂരിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ലോക്കൽ ബോഡീസ്, ഗവൺമെന്റ് ലോക്കൽ ബോഡീസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ജലസമൃദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് ഇപ്പൊ നമുക്ക് കുറെ കുളം അതേപോലുള്ള പുഴകളൊക്കെ വൃത്തിയാക്കുന്ന പ്രോജക്റ്റ് ആൾക്കാർ അത് ചെയ്ത് വൃത്തിയാക്കി, ഇവിടെ വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നെ കടക്കാം. എങ്ങനെയാണ് എവിടെ വൃത്തിയാക്കണം, എങ്ങനെ വൃത്തിയാക്കണം കുളങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമ്മളുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം. വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ പ്രോജക്ട് എയിംഡ് ടു make a case study of the revival of the rivers nearby our polytechnic or place such as Bharatapuzha for Chelakara Polytechnic students, Manali or Kurumalipuzha for MTS students, Gayatripuzha for Palakkad Polytechnic students. അപ്പോ നമുക്ക് ഗായത്രിപ്പുഴ മാത്രമല്ല കേട്ടോ, പാലക്കാട് വേറെയും കുറെ പുഴകളുണ്ട്. സാധാരണ നമുക്ക് ഒരു 44ഓളം പുഴകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഈ 44ഓളം പുഴകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ജലസമൃദ്ധിയുടെ കാര്യത്തിൽ കേരള, അതുകൊണ്ടാണ് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. പച്ച വിരിച്ച് പച്ചപ്പട്ട് പുതച്ച് എന്നൊക്കെ പറയാം കവികള്. പക്ഷെ ഇപ്പൊ പച്ചപ്പട്ട് പുതയ്ക്കാൻ പോയിട്ട് ഇപ്പൊ ഏത് പുഴ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ പൊള്യൂഷൻ പുതച്ചിട്ടാണ് കിടക്കുന്നത്. പൊള്യൂഷൻ മീൻസ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ്
നമ്മുടെ പുഴയിലേക്കും തോടിലേക്കും കുളങ്ങളിലേക്കും ഒക്കെ കടത്തിവിടുന്നു. മനുഷ്യർ തന്നെ അവരുടേതായിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്നു. അങ്ങനെ എവിടെയും നമുക്ക് ഒരു പുഴയുണ്ടെങ്കിൽ അതിന്റെ തീരത്തിൽ കൂടെ നമുക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതൊന്നും ഉണ്ടായിരുന്നില്ല 1-2 ഡിക്കേഡ് 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ അവസ്ഥ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ നിയർ ബൈ പോളിടെക്നിക്കിന് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള റിവർ ഏതാണെന്ന് കണ്ടെത്തുക. ആ റിവറിൽ പോയിട്ട് ആ റിവറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. അതൊരു 10, 20, 30, 40 വർഷം മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അതെങ്ങനെ കണ്ടെത്തും? അവിടുത്തെ നിയർ ബൈ ആൾക്കാരോട് നമ്മൾ ചോദിക്കുക. ഇതൊക്കെ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഈ പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ അവിടുത്തെ അവിടുത്തെ ഗവൺമെന്റ് ബോഡിയില്ലേ, പഞ്ചായത്താണെങ്കിലും അവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നമുക്ക് ഈ പ്രോജക്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ്, പോളിടെക്നിക് സ്റ്റുഡൻസ്, നമുക്ക് നമ്മളുടെ ഒരു ബാധ്യതയാണ് നമുക്ക് വരും തലമുറയിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയെയും നമ്മൾ തന്നെ സംരക്ഷിക്കപ്പെടണം. എന്നിട്ട് വേണ്ട അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറ്റം ചെയ്യാൻ, അല്ലേ? അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ആകെ കഷ്ടത്തിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ തലമുറയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ കൈകളിലാണ്. അപ്പൊ ആസ് എ ടെക്നിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് പ്രോജക്റ്റ്. നമ്മളുടെ പോളിടെക്നിക് അറ്റ്ലീസ്റ്റ് പോളിടെക്നിക്കിനടുത്തുള്ള റിവർ ഏതാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക, അവിടെ പോവുക, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക, പഴയ അവസ്ഥ മനസ്സിലാക്കുക, അതിനെ നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ, റിജുവിനേറ്റ് ചെയ്യാൻ എന്താണ് മാർഗം, റിവർ റിജുവിനേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കുക. അതാണ് ഇതിന്റെ റിവർ ഡെവലപ്മെന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോവാന്ന് മാത്രം. Revival of rivers near our polytechnic premises. Our project can be able to make a case study of the revival of the above set nearby rivers of our polytechnic, and we should try to make more efforts to extend these programs to nearby areas through public participation and make aware the public about the necessity of water conservation and sustainable development. അപ്പൊ ആദ്യം നമ്മൾ ഇതിനു വേണ്ടി ചെയ്ത് നമ്മളൊരു പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി എങ്ങനെ ആ റിവറിനെ ഡെവലപ്പ് ചെയ്യാം, അതിനെ പ്യൂരിഫൈ ചെയ്യാം, അതിനെ പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി. പക്ഷെ ഇത് നടപ്പിലാക്കണമെങ്കിൽ ആര് വേണം? ഈ പോളിടെക്നിക് സ്റ്റുഡൻസിന് അവിടെ എന്നും പോയിട്ട് അവിടെ ആൾക്കാർ വേസ്റ്റ് ഇടുന്നുണ്ടോ, ഈ റിവർ എങ്ങനെയാണ് മലിനീകൃത എന്നൊക്കെ പഠിക്കാനേ പറ്റും. അവിടെ ഇതൊന്നും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ആലോചിക്കണം. പിന്നെ നിയർ ബൈ ആൾക്കാരായിട്ട് നമ്മൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയാം, അല്ലെ? അവരങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആൾക്കാരെ നമ്മൾ ആദ്യം ബോധവൽക്കരിക്കണം. എന്നിട്ട് അവര് മുഖേനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റെജുവിനേഷനും അതുപോലെ അതിന്റെ മോണിറ്ററിങ്ങും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുക എന്നുള്ളതും കൂടിയിട്ട് നമ്മൾക്ക് ഇതില് നമ്മൾ അങ്ങനെ ഗ്രൂപ്പിനെയും കൂടി നമ്മളിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോ ഈ സൊസൈറ്റിയോട് ചെയ്യുന്ന നമുക്ക് വളരെ വലിയൊരു ഹെൽപ്പാണ്. നമ്മുടെ സൊസൈറ്റിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പാണ്. ഇൻ ദ ഏർലിയർ പീരീഡ്സ് അവർ forefathers recognized the quality of water through നമുക്ക് നമ്മുടെ കാരണന്മാരൊക്കെ ആണെങ്കിൽ എങ്ങനെയാ പറയാ, വെള്ളം നല്ലതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എങ്ങനെയാ? അതിനെ ഒന്ന് കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാം, സ്മെല് ചെയ്തിട്ട് മനസ്സിലാക്കാം, ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. ഓൺലി ആഫ്റ്റർ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ്. പക്ഷെ ഇപ്പൊ ഇഷ്ടംപോലെ വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കെമിക്കൽ ടെസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് എഫക്റ്റ് ആണ്, വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ പോലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓൺലി 0.01% ടോട്ടൽ വാട്ടർ ഈസ് ഫ്രഷ് വാട്ടർ എക്സിസ്റ്റിംഗ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ടർബിഡിറ്റി ആൻഡ് സാൻഡ് ആൻഡ് ബാക്ടീരിയ. അപ്പൊ നമുക്ക് പറയുന്നത് ഇതും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 0.01% ഓഫ് ടോട്ടൽ വാട്ടർ ആണ് ഫ്രഷ് വാട്ടർ ആയിട്ട് നമുക്ക് അവൈലബിൾ ഉള്ളൂ. ഇതും കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് അധികം താമസമില്ല, അല്ലെങ്കിൽ ഓൾറെഡി അതിലും കണ്ടാമിനേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ടർബിഡിറ്റി അതൊക്കെ നിങ്ങൾ പഠിക്കും എന്തൊക്കെയാന്നുള്ളത്. ഇത് എൻവിറോൺമെന്റൽ പഠിക്കുന്നുണ്ട്, അടുത്തൊരു സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി വാട്ടർ ഈസ് വെരി പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. ദ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് വാട്ടർ
in an area. നമുക്കൊരു ഏരിയയിലെ വാട്ടറിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? അതിന്റെ ക്യാരക്ടർ, ദ കാച്ച്മെന്റ് ഏരിയ, ദ ടോപ്പോഗ്രാഫി ആൻഡ് ദ നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് ബൈ വെദർ ആൻഡ് seasonal changes and man-made activities are the main factors for main reasons for polluting the water bodies. Underground water usually contains very little amount of organic suspended matter but may contain a large amounts of minerals. Underground water ആണെങ്കിൽ മിനറൽസ് ആയിരിക്കും കൂടുതൽ അവിടുത്തെ പൊള്യൂഷൻസ് വരുന്നത്, അലുമിനിയം, മാഗ്നീസ്, സൾഫേറ്റ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് പൊല്യൂഷൻ ഇൻ വാട്ടർ ബോഡീസ്. അപ്പോ നമുക്ക് സാധാരണ റിവറിന്റെ എന്തൊക്കെ കോസസ് നോക്കാം. കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഇസ് ഹാപ്പനിങ് ഇൻ ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് ഏരിയാസ് ഡ്യൂ ടു ദ എമിഷൻ ഓഫ് കെമിക്കൽസ്. ഇൻഡസ്ട്രിയൽ ഇപ്പൊ ഏകദേശം പാലക്കാടൊക്കെ കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ അവിടുത്തെ പൊല്യൂഷൻസ് വരാനുള്ള സാധ്യത അതാണ്. എമിഷൻ ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ വേസ്റ്റ് ഫ്രം ദ ഇൻഡസ്ട്രീസ് ടു നിയർ ബൈ വാട്ടർ. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വാട്ടർ ഇസ് പൊള്യൂട്ടിംഗ് മെയിൻലി ബിക്കോസ് ഓഫ് ദ അൺട്രീറ്റഡ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് into it. Untreated ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ അതിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കുറെ വരുന്നത്. വാട്ടർ വിത്ത് ഫിക്കൽ കണ്ടാമിനേഷൻ കുഡ് കണ്ടെയ്ൻ എൻഡറിക് പാത്തോജൻസ് ഡേഞ്ചറസ് ടു ഹെൽത്ത്. നമ്മളെ സെപ്റ്റിക് ടാങ്കിലൊക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ട് ആൾക്കാർ ഡംപ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കോളിഫോം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഒക്കെ അതിൽ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് യൂസ്ഡ് ടു അസസ് ദ മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആസ് ഫാർ as fecal pollution is concerned. According to the World Commission of Water for the 21st century, majority of water bodies of the universe are so contaminated and that may poisonous to human health and whole ecosystem. നമ്മുടെ ഇക്കോസിസ്റ്റം തന്നെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഹ്യൂമൻ ഹെൽത്തിനാണെങ്കിലും വളരെയധികം പോയ്സണസ് ആയിട്ടുള്ള വാട്ടർ ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുളിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ലേനും. ഇനി nowadays people are more aware about water pollution. ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഒക്കെ ഉണ്ട്. ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ അറ്റൈനബിൾ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് ഓൾ ഓവർ ദ വേൾഡ്. ഇനി അടുത്തതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ എക്സെട്ര ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കണ്ടാമിനേഷൻ towards water beds and want to find out the solution of the same. In increasing population and human-made activities directly lead to pollution of water bodies through the increased emission of water and other matters directly or indirectly to the water. Next is during the 70s, most of our water bodies get damaged due to the waste from paper and pulp mills, fertilizer and chemical factories, distilleries and food processing units without considering their environmental impacts and pollution problems. After that, frequent waterborne diseases and fish damages are reported from such areas. പഴയ കാലത്തൊക്കെ ഇങ്ങനെ കുറെ പേപ്പർ മില്ലിൽ നിന്നും കെമിക്കൽ ഫാക്ടറിയിൽ നിന്നും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം, വാട്ടർ അവർ പ്യൂരിഫൈ ചെയ്യാതെ സാധാരണ ഒരു ഫാക്ടറി ഒക്കെ തുടങ്ങുമ്പോൾ ആ ഫാക്ടറി തന്നെ അവരിൽ ഉണ്ടാവുന്ന വേസ്റ്റ്, ഏത് വേസ്റ്റ് ആണെങ്കിലും അത് അവര് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവരുണ്ടാക്കണം എന്നാണ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ആക്ട് അനുസരിച്ച് അങ്ങനെ ചെയ്യണം എന്നാണ്. അപ്പൊ അവര് ഈ വേസ്റ്റ് വാട്ടർ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യും? ആ വേസ്റ്റ് വാട്ടർ അവര് പ്യൂരിഫൈ ചെയ്ത് പോർട്ടബിൾ വാട്ടർ ആക്കിയിട്ട് അത് വിത്തൗട്ട് എനി ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ വേണം അത് നാച്ചുറൽ ഡ്രെയിൻസിലേക്ക് തുറന്നു വിടാനായിട്ട്. അപ്പൊ നമ്മൾ ഈ നാച്ചുറൽ ഡ്രെയിൻസിലേക്ക് തുറന്നു വിടുമ്പോൾ അതിന് മുന്നേ അത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അതിലെല്ലാ കണ്ടന്റ്സും എന്താ പറയാ പ്യുവർ വാട്ടർ ആണെന്നുള്ള എല്ലാത്തിനും അതിന് പരിധിയുണ്ട്. നിങ്ങളിപ്പോ എൻവിറോൺമെന്റൽ സയൻസിൽ അതിൽ കൂടുതൽ പറയുന്നില്ല, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ പഠിക്കും. ഇപ്പോൾ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്, അതിൽ കുടിക്കാൻ ടർബിഡിറ്റി ഇത്രയാവാൻ പാടുള്ളൂ, അതിൽ കെമിക്കൽ കണ്ടന്റ് അല്ലെങ്കിൽ സൾഫർ, മറ്റേ കാഡ്മിയം അല്ലെങ്കിൽ ഓരോ കണ്ടന്റ്സിനും ഇത്ര പറയുന്നുണ്ട്, ഇത്ര ppm എന്ന് പറയുന്നുണ്ട്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മാത്രമേ അത് പ്യൂരിഫിക്കേഷന് ശേഷം നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് വിടാൻ പാടുള്ളൂ എന്നാ. പക്ഷെ അതൊക്കെ എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാലോ അല്ലെ. അതുകൊണ്ടാണല്ലോ ഇത്രയും പൊള്യൂട്ടഡ് ആയത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഈ സ്റ്റാൻഡേർഡ്സ് ഒന്നും ആരും കീപ്പ് ചെയ്യുന്നില്ല. അതിന് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ ആ ബോർഡൊക്കെ ആ ബോർഡിന്റെ ഒക്കെ പ്രവർത്തനം നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ
അവർ കൂടുതലും ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, നാളെയൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്, നിങ്ങൾ കുട്ടികളൊക്കെയാണ് അതിന്റെ പോസ്റ്റുകളിലൊക്കെ ഇരിക്കാവുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. ഇനി എന്താണ് ഇൻക്രീസ് ഇൻ ദ കോംപ്ലക്സിറ്റി ഓഫ് വാട്ടർ പൊല്യൂഷൻ പ്രോബ്ലംസ് ഡ്യൂ ടു ദ ഫീച്ചേഴ്സ് ഓഫ് കേരള വാട്ടർ ബോഡീസ് സച്ച് എസ്. സാധാരണ കേരളത്തിലെ വാട്ടർ ബോഡീസിൽ വരാവുന്നത് ഷോർട്ട് ലെങ്ത് ആണ്. സാധാരണ പുഴകളൊക്കെ കുറച്ചധികം ലെങ്ത് ഉണ്ടാവുള്ളൂ. ലീൻ ഫ്ലോ ഡ്യൂറിങ് സമ്മറിലാണെങ്കിൽ വെള്ളം വളരെ കുറച്ചേ ഒഴുകുള്ളൂ. സമ്മർ സീസണിലൊക്കെ വെള്ളം കുറച്ച് ഒഴുകുമ്പോൾ അവിടെയുള്ള വേസ്റ്റും സാധനങ്ങളൊക്കെ ഈ പുഴയിൽ ആൾക്കാർ ഡംപ് ചെയ്യും. നല്ല വെള്ളം ഒഴുകുന്ന സീസൺ ആണെങ്കിൽ നല്ല ഒഴുക്കുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒഴിച്ചു പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി ഡംപ് ചെയ്തോളും. അപ്പൊ ഒരു ഫ്ലോ ഓഫ് റിവറിന്റെ ഒരു ഒഴുക്കില് ആ ഒഴുക്ക് പോകുന്നിടത്തോളം നല്ല വെലോസിറ്റി ഉള്ള റിവർ ആണെങ്കിൽ അധികം അത് പൊള്യൂട്ടഡ് ആവാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പൊള്യൂട്ടഡ് ആവാൻ സാധ്യതയില്ല. പിന്നെ ബ്രാക്കിഷ് വാട്ടർ, ടൈഡൽ ഇൻഫ്ലുവൻസ് ആൻഡ് സലൈനിറ്റി, ഇതൊക്കെയാണ് റിവറിന്റെ പൊള്യൂഷന് കാരണമായിട്ടുള്ളത്. പിന്നെ ഡോക്യുമെന്റേഷൻ മെത്തഡ്, നമുക്ക് എങ്ങനെയൊക്കെ ഇതിന്റെ സ്റ്റഡീനെ നമുക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ മെത്തഡ് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ മെത്തഡോളജി എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ മോണിറ്ററിംഗ് ഒക്കെ വരുന്ന വെച്ചാൽ ഡോക്യുമെന്റിംഗ് ഓർ ഇവാലുവേറ്റിംഗ് ഹൗ മച്ച് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ റിഗാർഡിംഗ് ദ റിജുവിനേഷൻ ഓഫ് ദ സ്റ്റഡി ഏരിയ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോ ഒരു റിവറിന്റെ നമുക്കിപ്പോ നിങ്ങളൊരു ഭാരതപ്പുഴ റിവർ നിങ്ങൾ സ്റ്റഡി ചെയ്തു. അപ്പൊ നിങ്ങൾ ഭാരതപ്പുഴ റിവർ ഫുള്ളായിട്ട് നിങ്ങൾ എടുത്തിട്ട് സ്റ്റഡി ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. റിവറിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ എവിടുന്നാണോ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അതിന്റെ എൻഡിങ് പോയിന്റ് വരെ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്താലേ ആ റിവറിന്റെ റെജുവിനേഷൻ ആവുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പ്രോജക്ട് ബേസ്ഡ് എടുക്കുമ്പോൾ നിങ്ങളൊരു റീച്ച് എടുക്കുക. ഭാരതപ്പുഴ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇത്ര കിലോമീറ്റർ മുതൽ, ഇപ്പൊ ഷൊർണൂർ ആണെങ്കിൽ ഷൊർണൂര് ഇന്ന ഭാഗം മുതൽ ഇത്ര ഏരിയ വരെ അതിന്റെ റീച്ച് ഇത്ര കിലോമീറ്റർ നമ്മൾ എടുത്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യുക. അപ്പൊ അവിടുത്തെ വാട്ടർ ബോഡിയിലുള്ള ഇപ്പൊ എക്സിസ്റ്റിംഗ് എന്താണൊക്കെ ഉള്ളത്, പഴയ അതിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അത് വൈഡൻ ചെയ്ത് പോയിട്ടുണ്ടോ, അവിടുത്തെ ഇപ്പൊ എത്രമാത്രം മണലുണ്ട്, മണൽ എടുത്തു പോയിട്ടുണ്ടോ, അവിടെ എന്തെല്ലാം പൊള്യൂട്ടൻസ്, അവിടെ ഫാക്ടറീസ് ഉണ്ടോ, നിയർ ബൈ ഫാക്ടറീസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പൊള്യൂട്ടൻസ് ആണ് അവിടെ അതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു വൈഡ് സ്റ്റഡിയാണ് നിങ്ങൾ നടത്തേണ്ടത്. മനസ്സിലായോ? അപ്പോ അത് ചെയ്യുമ്പോൾ നമ്മൾ ആ റീച്ച് എടുക്കുമ്പോൾ ആ റീച്ചിനെ മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഫുൾ വാട്ടർ ബോഡി, ഈ വാട്ടറിന്റെ റെജുവിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ടു ഡൺ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ റിവർ ആൻഡ് ടിൽ അറ്റ് ദ ഡെസ്റ്റിനേഷൻ പോയിന്റ്. എന്നാലേ നമുക്കത് ക്ലിയർ ഒരു പിക്ചർ അല്ലെങ്കിൽ എങ്ങനെ റെജുനേറ്റ് ചെയ്യാന്നുള്ളത് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നമ്മളൊരു ഏരിയ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും അതിലേക്ക് ഇങ്ങനെ അതിന്റെ ഹയർ റീച്ച് നമ്മൾ ചെയ്യുന്ന റീച്ച് കഴിഞ്ഞ് അതിന്റെ ഹയർ റീച്ച് വീണ്ടും പൊള്യൂട്ടഡ് ആയിട്ട് വരാം സാധ്യതയുണ്ട്. പിന്നെ ഫോർ ദാറ്റ് secondary data is used to collect information about the activities carried around the above said rivers from records of local bodies. നമുക്ക് അവിടുത്തെ പഞ്ചായത്തോ അതൊക്കെയാണ് ലോക്കൽ ബോഡീസ്, അവിടെ റെക്കോർഡ്സ്, നേരത്തെ ഈ റിവർ എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നു, എത്രമാത്രം ഈ റിവർ ഫ്ലഡ് ഉണ്ടാവുന്നതാണോ, ഇതിന് ആഴം കുറഞ്ഞിട്ടുണ്ടോ, സൈഡൊക്കെ ഇടിഞ്ഞു വന്നിട്ടേ അല്ലെങ്കിൽ മണലൊക്കെ ഒഴുകി വന്ന് മണലൊക്കെ അടിഞ്ഞ് ആഴം കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ കുറെ ഡാറ്റാസ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾ അതിന് ഡാറ്റാസ് എന്തൊക്കെ ഡാറ്റാസ് വേണം എന്നുള്ളതൊക്കെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈസ് റിവർ rejuvenation is the effort aimed at restoring the poor health of overexploited and polluted rivers. It requires an understanding the causes for the poor health and restoration efforts from source. Depending on the level of deterioration, river rejuvenation aims at a new sustainable healthy river ecosystem. ഇതാണ് ഇതിനനുസരിച്ച് നമുക്കൊരു ഹെൽത്തി റിവർ, നമ്മൾ സാധാരണ റിവറിനെ നമുക്ക് ഹെൽത്തി റിവർ എന്നും സിക്ക് റിവർ എന്നും രണ്ടായിട്ട് പറയാം. ഹെൽത്തി റിവർ എന്നും പറയും, സിക്ക് റിവർ എന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. nowadays all the rivers are sick അല്ലെ. ഹെൽത്തി റിവർ എന്ന് പറഞ്ഞാൽ we have to modify the sick river into healthy rivers. In past years all the rivers were very healthy ആയിരുന്നു 2-3 ഡിക്കേഡിന് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി all rivers are sick rivers. It can be achieved by restoring the river health to an accepted historical state, avoiding direct entry of domestic sewage and industrial effluent into river. അതിന് ഡയറക്റ്റ് എൻട്രി തടയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം?
അത് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം വെള്ളം വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് അതിന്റെ ആക്കിയിട്ട് വേണം വെള്ളം ഇതിലേക്ക് നമുക്ക് ഫ്ലോ ചെയ്ത് വിടാൻ. ദ ഫ്ലോ ഓഫ് റിവർ ഈസ് ഇറ്റ്സ് ഇൻ ഐഡന്റിറ്റി ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് വാരിയബിൾ ഓഫ് എ റിവർ സിസ്റ്റം. ബിസൈഡ്സ് പെർഫോമിംഗ് വേരിയസ് ഫങ്ഷൻസ് ഇറ്റ് ഗെയിൻസ് സെൽഫ് ഹീലിംഗ് പവേഴ്സ്. പിന്നെ ഓൾറെഡി ഒരു വാട്ടർ ബോഡിക്ക് തന്നെ സെൽഫ് ക്ലീനിങ് പവർ ഉണ്ട്. അപ്പൊ ആ സെൽഫ് ക്ലീനിങ് പവർ കുറെ അധികം അത് ക്ലീൻ ചെയ്ത് നാച്ചുറലി ക്ലീൻ ചെയ്തോളും. Thus, the river rejuvenation broadly calls for optimal water flow through the river system during different seasons. It can be achieved by ensuring environmental flow in the river. പിന്നെ റിവർ ഓരോ സീസണിലും നമുക്ക് അതിനെ വൃത്തിയാക്കുക, അതിന്റെ സൈഡിലുള്ള കാടും അങ്ങനെ വെട്ടിക്കളയുക, റിവറിന് ഒരു ഈസി ഫ്ലോ അതിന് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുക. പിന്നെ ഓർഗാനിക് ഫാമിംഗ് നടത്താൻ നമുക്ക് It's an ambitious project by Kerala Government Association of the Bring New Life to the Dying Rivers. നേരത്തെ പറഞ്ഞു ahead the Kerala mission. This integrates waste management, organic farming and water resources rejuvenation in the state. The project will primarily aim to clear up blocked rivers. ഈ വാട്ടർ ഡെവലപ്മെന്റ് റിജുവിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലോക്കിംഗ്, റിവറിലുള്ള ബ്ലോക്ക്ഡ് റിവേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, അതിന് ബ്ലോക്കിംഗ് കളയുക, canals and local ponds in several districts to allow the free flow of water. ഇനി ഇതൊരു ഓർഗാനിക് ഫാമിംഗ് ആണ്. നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ചിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി റെജുവിനേഷൻ പ്രോജക്ട്സ്, ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ട്രെയിനിങ് കൊടുക്കാൻ ടെക്നിക്കൽ മോട്ടിവേഷൻ ടു 3 layers ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. അപ്പൊ എന്താ പറയാ, ഭരണത്തിന്റെ 3 ടയർ സിസ്റ്റം അല്ലേ നമ്മുടെ ഭരണത്തിലുള്ള. അതിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഗ്രൂപ്പ്സിനാണ് നമ്മൾ ഹയർ അതോറിറ്റി, നമ്മൾ പാർലമെന്റിൽ അവിടെ ദൂരെയുള്ള നമ്മുടെ ഡൽഹിയിലുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവിടുത്തെ പുഴയെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ നമ്മളുടെ ഇവിടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഗ്രൂപ്പ്സിന് ട്രെയിനിങ് കൊടുക്കുക, NGOസിന് ട്രെയിനിങ് കൊടുക്കുക, ഹു ഈസ് റെഡി ടു undertake rejuvenation projects and ensure the cooperation of other related government departments like irrigation. നിങ്ങൾക്ക് കണ്ടു കാണും പല കുളങ്ങളുടെയും തോടിന്റെയും ഒക്കെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. പല സ്ഥലത്തും എന്ത് ക്യാമറ സ്ഥാപിച്ചാലും ആൾക്കാർ അവിടേക്ക് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നൊക്കെ ഇടുക. അപ്പൊ നമ്മൾ നമുക്ക് തന്നെ ഒരു എത്തിക്സ് വേണം. അപ്പൊ നമ്മൾ പീപ്പിളിനെ എത്തിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഒരു സമൂഹത്തിനോട് കടപ്പാടുള്ള സ്റ്റുഡൻസ് എന്നുള്ള നിലയില് പിന്നെ നമ്മളുടെ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറെ പറയുമ്പോൾ അവര് ശരിയായിക്കോളും. കുറെ കാര്യങ്ങൾ കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം, സാധാരണ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ആൾക്കാർ തുപ്പുന്ന കാണാം അല്ലെ, അവിടെ ഇവിടെ തുപ്പിടുന്ന ആൾക്കാരെ കാണാം ചിലപ്പോൾ. അപ്പൊ അത് നല്ല ശീലമല്ല നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒരാളങ്ങനെ ചെയ്യുന്ന കണ്ട് നമ്മൾ അവരോട് പറയാം. അയാളുടെ പലരും പറയുമ്പോൾ പല ആൾക്കാരിൽ നിന്നും പല പ്രാവശ്യം പറയും, ചെയ്യാൻ പാടില്ല, ഈ വേസ്റ്റ് എവിടെയെങ്കിലും ഡംപ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് എന്താ പറയാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പല പല ആൾക്കാരിൽ നിന്നും വരുന്ന ആക്ടിവിറ്റീസ് കൊണ്ടാണ് നമ്മുടെ ഓരോ ഏരിയയും ഇതേപോലെ റോഡായാലും പുഴയായാലും ഒക്കെ പൊള്യൂട്ടഡ് ആവുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? The revival process includes selection of all water bodies and part from cleaning up the river beds and de-weeding. Increase water bodies depth also undertake and will boost the river flow, thereby fill the nearby dried up channels. Regarding the resource mobilization for the project, നമുക്ക് ഇതിന് പൈസ വേണമല്ലേ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വിച്ച് സോ ആക്റ്റീവ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം ഇതിൽ ചെയ്യാനായിട്ട്. പിന്നെ ക്യാമ്പയിനിങ് നടത്തണം, പിന്നെ എന്തെങ്കിലും ഫെസിലിറ്റേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഫോർ കമ്പൈൻഡ് വർക്ക് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ജനങ്ങളുടെയും അവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെയൊക്കെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇതിനൊരു സെൽഫ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും ഡോക്യുമെന്റേഷനും എല്ലാം വേണം. പിന്നെ rejuvenation projects is a noticeable improvement in paddy cultivation with the rebirth of water bodies. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ റിജുവിനേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എർത്തിന് ഭാവിയിലേക്കുള്ള നമ്മളുടെ ഈ വാട്ടർ റിസോഴ്സിനെ പ്യൂരിഫൈ ചെയ്യാനും നമുക്ക് തിരിച്ച് നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് നമുക്ക് തിരിച്ച് കിട്ടാനും ഈ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് പ്യൂരിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും.
അപ്പോൾ സ്കൂൾ ലെവലില്, കോളേജ് ലെവലില്, പോളിടെക്നിക് ലെവലിലുള്ള കുട്ടികളെ കൊടുക്കുക, യോജിപ്പിക്കുക. അതുപോലെ ജനകീയ തലത്തില് അവർക്ക് ജനകീയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പുഴകളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും അല്ലെ. ഇനി ഇതേപോലുള്ള ഹരിത കേരള മിഷൻ വഴിയൊക്കെ കുറെ നമുക്ക് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഏരിയയിലൊക്കെ ഒരുപാട് പേര് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഒരുപാട് ഞാൻ പറയാം ഇപ്പൊ പല റിവറിനെ കുറിച്ചുള്ള ആക്ച്വൽ കേസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എങ്ങനെ പൊള്യൂട്ടഡ് ആയി, ഇനി എങ്ങനെ അതിനെ ശരിയാക്കി എടുക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പേർട്സ് ലെവലുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബോധവൽക്കരിക്കുക. ഇതൊക്കെയാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പൊ ആസ് എ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പല പല പ്രോജക്റ്റ്, ചെറിയ ചെറിയ പ്രോജക്റ്റ് ആയിട്ട് ഇതിനെടുക്കാം. റിവർ എങ്ങനെ ബ്യൂട്ടീസ് അതിൽ വരുന്നു എന്നുള്ള പ്രോജക്റ്റ് നമുക്ക് ഒരു റീച്ച് എടുത്തിട്ട് അതിന് സ്റ്റഡി ചെയ്യാം. പിന്നെ എങ്ങനെ ഇതിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ള മെത്തേഡ്, അതിന് എന്തെല്ലാം സ്റ്റെപ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള മെത്തേഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാം. അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിനെ റിവർ റെജുനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ബാക്കി ഡീറ്റെയിൽ സ്റ്റഡി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി ഈ ടോപ്പിക്കിൽ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് പൊള്യൂഷൻസ് ആണ്. ഡിഫറെന്റ് പൊള്യൂഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫറെന്റ് പൊള്യൂഷൻസ് ഏതൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക. നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ജേർണൽസ് ഒക്കെ നോക്കി എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പ്രോജക്റ്റ് ആയിട്ട് അത് എടുക്കാമെന്നുള്ളത് നോക്കാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വെച്ചിട്ടുള്ള പൊള്യൂഷൻസ്. അപ്പൊ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വെച്ചിട്ട് എന്തെല്ലാം പൊള്യൂഷൻസ് ഉണ്ടാവാം? എയർ പൊല്യൂഷൻ ഉണ്ടാവാം, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാം, സോയിൽ പൊല്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഏതൊരു ഒരു പ്രോജക്റ്റ് എടുക്കുക, എയർ പൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു ഇൻഡസ്ട്രീസിലുള്ള വേസ്റ്റ് വെച്ച് ഇൻഡസ്ട്രിയൽ എഫ്ലുവെന്റ് കൊണ്ടുണ്ടാവുക, വേസ്റ്റ് കൊണ്ടുണ്ടാവുന്ന അവിടുത്തെ പൊല്യൂഷൻസ് എന്താണെന്നൊക്കെ സ്റ്റഡി ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്കൊരു എയർ പൊല്യൂഷൻ മാപ്പ് പ്രിപ്പയർ ചെയ്യാം. എയർ പൊല്യൂഷൻ കോണ്ടൂറിങ് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെല്ലാം ഏരിയയിലാണ് കൂടുതൽ പൊല്യൂഷൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് ഇതിന്റെ ഒരു മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നോക്കി പറയാം. ഇതിൽ നിന്ന് നമുക്ക് സാധാരണ നമുക്ക് അബൌട്ട് 300 ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. there are about 300 large and medium scale industries and 1,66,000 small scale industries in there. Most of them are located in the coastal area. Okay, of these 250 large and medium scale industries and 5,000 small scale industries are polluting significantly. അപ്പൊ ഇത്രയധികം ഇൻഡസ്ട്രീസ് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് ഇത്രയധികം എന്താ പറയാ, അത്രയധികം പൊല്യൂഷൻസ് കോസിംഗ് ആണ് ഇൻഡസ്ട്രീസ് എല്ലാം. എന്തൊക്കെയാണ് മേജർ ഇൻഡസ്ട്രീസ് ഇൻ കേരള? കേരളയിലുള്ള മേജർ ഇൻഡസ്ട്രീസ് വെച്ച് നമുക്കറിയാവുന്നത് ഫെർട്ടിലൈസർ കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ് FSCT എന്ന് പറയുന്നത്, കൊച്ചി റിഫൈനറീസ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ്, അങ്ങനെ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, കേരള മിനറൽസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിൽ നിന്നെല്ലാം എമിറ്റ് ചെയ്യുന്ന ഈ പൊല്യൂഷൻസ് നമ്മൾ എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതാന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്ത് ഏറ്റവും കൂടുതൽ ഏതിലാണ് പൊല്യൂഷൻസ് വരുന്നത് എന്നുള്ളത്, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യും പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതൊക്കെ നമുക്ക്. അപ്പൊ ആദ്യമേ നമുക്ക് അറിയണം ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് അതോറിറ്റി, അവര് ചെയ്യുന്ന അവരുടെ ആസ് പെർ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പൊല്യൂഷൻ മാത്രമേ ഇതിൽ നിന്ന് ഇമിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ നമ്മുടെ ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ട്, എന്താണ് മലബാർ സിമെന്റ്സ് എന്ന് പറഞ്ഞ സിമെന്റ് ഫാക്ടറി ഉണ്ട് അല്ലേ നിങ്ങളുടെ ഈ ഏരിയയിൽ, പാലക്കാട് ഏരിയയിൽ മലബാർ സിമെന്റ്സ് അങ്ങനെയുണ്ട്. പിന്നെ ട്രാവൻകൂർ സിമെന്റ്സ് ഉണ്ട്. അപ്പൊ ട്രാവൻകൂർ സിമെന്റ്സിന്റെ അവിടെയൊക്കെ അപ്പോ പണ്ട് ഞാൻ അവിടെ പോളിടെക്നിക്ക് വർക്ക് ചെയ്യുമ്പോൾ ട്രാവൻകൂർ സിമെന്റ്സ് എന്ന് പറയുന്ന അതിന്റെ അടുത്തായിരുന്നു നമ്മുടെ പോളിടെക്നിക്ക് അവിടെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉള്ള സമയത്ത് ആ ഏരിയയിൽ ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്നും അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോ ഈ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് എന്നും കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയാ, അത്രയും സിവിയർ ആയിട്ടുള്ള പനി, എന്താ ഭയങ്കര ചുമ, അങ്ങനത്തെ ഒക്കെ വരും. അപ്പൊ ഡെയിലി ഡോക്ടറെ കാണേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ അവർ സംസാരിച്ചപ്പോ അവർ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകാന്നാണ്. കാരണം എല്ലാവർക്കും ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോ ശരിയാണ് ഡോക്ടർ പറഞ്ഞത്, നമ്മൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ വാങ്ങി വേറെ സ്ഥലത്ത് ചെന്നപ്പോ കുട്ടികളുടെ അസുഖം മാറി. അപ്പൊ എന്താ അവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രാവൻകൂർ സിമെന്റ്സിന്റെ
നിയറസ്റ്റ് ഇപ്പോൾ നാട്ടകം പോളിടെക്നിക്കിന്റെ അതിന്റെ ക്വാർട്ടേഴ്സ് ഒക്കെ അതിന് അടുത്താണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറയാൻ പറ്റും അവിടെയുള്ള ചെടികളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ സിമെന്റ് മാനുഫാക്ചറിങ് സമയത്ത് നിറയെ പൊടിയായിരിക്കും ഈ ഇലകളിൽ. നമ്മളുടെ വീടിന്റെ റേത്തുമെല്ലാം നിറയെ പൊടിയായിരിക്കും സിമെന്റിന്റെ. അപ്പൊ അതല്ലേ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അത്രയധികം എയർ പൊല്യൂഷൻ അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ആ പൊല്യൂഷൻ കൺട്രോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് അതിന്റെ ഫാർമസിയിൽ നിന്ന് വരുന്ന ആ പൊടി അവര് എത്രയും ഉയരത്തിൽ അതിനെ ക്യാച്ച് ചെയ്തിട്ട് അതിനെ എന്താ പറയാ പുറത്തേക്ക് വിടാതെ ഉള്ള ഒരു സംവിധാനം അവർ ഉണ്ടാക്കണം. പക്ഷെ അപ്പൊ അത്രയും പൊല്യൂഷൻ കൺട്രോൾ അത്രയും കെയർ ചെയ്യുന്നില്ലെന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടി വരും അല്ലെ. അപ്പൊ അതേപോലെ ഒരു ഏരിയയിൽ നമുക്ക് അറിയാൻ പറ്റും ഫാക്ടറീസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ അതിനെ കുറിച്ചൊരു സ്റ്റഡിയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. അവിടെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ടോക്സിക് സബ്സ്റ്റൻസസ് ആർ പ്രൈമറി അസോസിയേറ്റഡ് വിത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇതിൽ ഏതൊക്കെയാണ് പേപ്പർ ആൻഡ് അലൈഡ് പ്രൊഡക്ട്സിൽ വരുന്ന എത്രമാത്രം ഇത് വരുന്നുണ്ട്. 7.6 ബില്യൺ ടൺസ് പെർ ഇയർ ആണ്. അത് ഓരോ കെമിക്കൽസ് ആൻഡ് അലൈഡ് പ്രൊഡക്ട്സ്, ഫുഡ് പ്രോസസ്സിങ്, അതിൽ നിന്നൊക്കെ വരുന്ന ഓരോ ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന ഇത്രയും ആണ്. അപ്പൊ ഇത് ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് നമ്മുടെ ഒരു ഏരിയ എടുത്തിട്ട് അവിടെ സ്റ്റഡി ചെയ്തിട്ട് അവിടുത്തെ എയർ പൊല്യൂഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനൊക്കെ നമുക്ക് സ്റ്റഡി നടത്താം. നെക്സ്റ്റ് ഈസ് യൂട്ടിലൈസേഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് ട്രീറ്റഡ്. ഇതും വേറൊരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് വേസ്റ്റ് പ്രോഡക്റ്റ് ഏതെങ്കിലും കമ്പനിയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ വേസ്റ്റ് ഏത് വേസ്റ്റ് ആയാലും ആ വേസ്റ്റിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യും ചിലത് വേസ്റ്റ് അല്ലെ, ചിലത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്ത വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സ്റ്റഡി നമുക്ക് നടത്താം. അപ്പൊ അതിലൊരു എക്സാമ്പിളാണ് ഇവിടെ പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അതിന്റെ എക്സാമ്പിളാണ് ഇവിടെ ചെറിയ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രീറ്റഡ് സീവേജ് വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിക്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ജേണൽസ് ഒക്കെ നിങ്ങളൊന്ന് തപ്പി നോക്കുക. നമുക്ക് എന്തെല്ലാം പുതിയ പ്രൊഡക്ട്സ് ട്രീറ്റ് ചെയ്ത വേസ്റ്റ്, അൺട്രീറ്റഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും പൊല്യൂഷൻസ് ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ട്രീറ്റ് ചെയ്ത വേസ്റ്റ് വീണ്ടും എവിടെയെങ്കിലൊക്കെ നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ വീണ്ടും അത് പൊള്യൂട്ടഡ് ആയിട്ട് പോവാണ് അറ്റ്മോസ്ഫിയറിലേക്ക്. പിന്നെ വെറ്റ് ലാൻഡ്സ്, നമുക്ക് ഇതൊക്കെ ഈ വേസ്റ്റ് വാട്ടർ നമുക്ക് ഒരു ഫിൽറ്റർ മീഡിയ ഒക്കെ ഇട്ട് അതിലേക്ക് ഡംപ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന അവസാനം വരുന്ന വെള്ളം ട്രീറ്റഡ് വാട്ടർ ആണ്. ആ ട്രീറ്റഡ് വാട്ടർ നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, ഹ്യൂമൻ മെയ്ഡ് വെറ്റ്ലാൻഡ്സ് ബിൽഡ് ടു റിമൂവ് വേരിയസ് ടൈപ്സ് ഓഫ് പൊള്യൂട്ടൻസ് പ്രസന്റ് ഇൻ വേസ്റ്റ് വാട്ടർ ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സിസ്റ്റംസ്. അപ്പൊ നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ ആയിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഇതും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റീസൈക്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എഫ്ലുവന്റ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എഫ്ലുവന്റിന്റെ റീസൈക്ലിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ പിന്നെ ഇതിൽ റെഫ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഫോർ ഇറിഗേഷൻ, റീയൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഫോർ ഇറിഗേഷൻ. അപ്പൊ നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഇറിഗേഷൻ ഉപയോഗിക്കുമ്പോൾ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ നേരിട്ട് പുഴയിലേക്ക് അരുവിക്കൊന്നും കടത്തിവിടാൻ പറ്റില്ല. അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം കടത്തിവിടാൻ. വിതിൻ സ്റ്റാൻഡേർഡിലായിട്ട് വേണം അതിന്റെ പൊല്യൂഷൻ ലിമിറ്റ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വർഷമായിട്ട് ഫ്ലഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ രൂക്ഷ വരൾച്ചയും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്നുള്ളതൊരു നമുക്കൊരു വാട്ടർ സ്കേഴ്സിറ്റി സ്റ്റഡി ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ വീണ്ടും നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വെള്ളം, അവിടെ വേസ്റ്റ് വാട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പൊ നിങ്ങൾക്ക് നിയർ ബൈ ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റലിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടാവും അവിടെ. ആ പ്ലാന്റിൽ പോയിട്ട് ആ വരുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്ത വാട്ടർ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. ആ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം വെള്ളം അവിടെ നിന്ന് വരുന്നുണ്ട്, എന്തൊക്കെ യൂസേജ് ആണ് വരുന്നത്, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്കൊരു നിയർ ബൈ ഇൻഡസ്ട്രി അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റഡി നടത്താം. അപ്പൊ അവിടുത്തെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്നാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ചെയ്യേണ്ടത്. ഒന്ന് കോളിഫോം, ടർബിഡിറ്റി, ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ഈ സെമിനാറിൽ പഠിക്കും കേട്ടോ. സസ്പെൻഡഡ് സോളിഡ്സ്, BOD, COD, ഓർഡർ, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് വിതിൻ ദ ലിമിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ അത് ഇറിഗേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറ്റ്ലാൻഡ്, അർബൻ വേസ്റ്റ് വാട്ടർ,
അർബൻ വാട്ടർ, ട്രീറ്റഡ് വാട്ടർ, റീക്ലെയിംഡ് വാട്ടർ. എന്തൊക്കെയാണ് അർബൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്, കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് വരുന്ന വെള്ളം, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ്, സ്റ്റോം വാട്ടർ മഴവെള്ളം അതിന്റെ കൂടെ വരുമല്ലോ. ഇത്രയും വെള്ളം അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യണം, പ്രോസസ്ഡ് ബൈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അപ് ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഇറ്റ്സ് പൊല്യൂഷൻ ഓർ ഹെൽത്ത് ഹസാർഡ്. അപ്പൊ അത് നമുക്ക് വിതിൻ ദ സ്റ്റാൻഡേർഡ് ലിമിറ്റിലേക്ക് ഈ പൊല്യൂഷനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് റീയൂസ് ചെയ്യണം, റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹോസ്പിറ്റലാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വെള്ളം എന്തെല്ലാം വാട്ടർ അവിടെ വരുന്നുണ്ടെന്ന് സ്റ്റഡി ചെയ്യാം. അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സ്റ്റഡി ചെയ്യാം, അതെങ്ങനെ റീയൂസ് ചെയ്യാൻ സ്റ്റഡി ചെയ്യാം. ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ. നല്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ ആ പ്രോജക്റ്റിന് നിങ്ങൾ തന്നെ ഒരു ഫാക്ടറി കണ്ടെത്തി അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ആയിട്ട് സമീപിക്കുമ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യും ആ പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അതുപോലെ ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഫ്ലഡ് ഉണ്ടായിട്ട് ആ ഫ്ലഡ് ഉണ്ടായതിനു ശേഷം ആ നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ വന്നിട്ടുള്ള സോയിൽ പൊല്യൂഷൻ, എന്തെല്ലാം സോയിൽ പൊല്യൂഷൻ, ചിലത് സോയിലിന് പൊല്യൂഷൻ ഉണ്ടാവാം, ചില സോയിലിന് ഫെർട്ടിലൈസർ ആയിട്ട് മാറിയിട്ടുണ്ട് ചില ഭാഗത്ത്. അപ്പൊ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാം. എന്തെല്ലാം ആഫ്റ്റർ എഫക്ട്സ് ഇമ്പാക്ട് ആണ്. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒരു സ്റ്റഡി ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ റീസെന്റ്ലി വളരെയധികം കാര്യങ്ങൾ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പൊ ഇതുപോലെ എന്തുമാത്രം ഇമ്പാക്ട് ആണ് നമ്മുടെ ഈ ഇൻഡസ്ട്രീസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അപ്പൊ അവിടെ ആ കാര്യം നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്ന എന്താണ് ഈ റീസെന്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഫ്ലഡിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഫോർ സോയിൽ, ഫോർ എയർ, ഫോർ വാട്ടർ, അതിലൊക്കെ ഈ ഫ്ലഡ് ഉണ്ടായതിനു ശേഷം എന്തുമാത്രം വാട്ടർ ബോഡീസ് പൊള്യൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫ്ലഡ് ഒക്കെ ഉണ്ടായി നമ്മൾ തിരിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇവിടെ നിന്നൊക്കെയുള്ള വെള്ളമാണ് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട്. അപ്പൊ അതെങ്ങനെ പ്യൂരിഫൈ ചെയ്യാം? ഇതൊക്കെയാണ് ഫ്ലഡ് വാട്ടറിൽ ഉണ്ടായിട്ടുള്ള പൊല്യൂഷൻ. റിസെന്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഫ്ലഡിന് ശേഷം ഉണ്ടായിട്ടുള്ള വളരെ നല്ലൊരു കേസ് സ്റ്റഡി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കേസ് സ്റ്റഡീസ് മനസ്സിലായി? ഇതൊക്കെ ഓരോ കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങളെടുത്ത് പ്രോജക്റ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഏരിയ എടുത്താൽ തന്നെ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോയിലിൽ ഉണ്ടായിട്ടുള്ള പൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ടറിൽ ഉണ്ടായിട്ടുള്ള പൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ആഫ്റ്റർ ഇതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് നമുക്ക് ഹ്യൂമൻ ബീങ്സിന്, പ്ലാന്റ്സിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ നമുക്ക് നല്ല പ്രോജക്ട്സ്, ഇതിൽ നിന്ന് ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻവിറോൺമെന്റൽ കോണ്ടൂറിംഗ്. വാട്ട് ഈസ് എൻവിറോൺമെന്റൽ കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മെയിൻലി ഡീൽസ് വിത്ത് an ഇമ്പാക്ട് സ്റ്റഡി ഓൺ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ ഇൻ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി എടുത്ത് സ്റ്റഡി ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു പഞ്ചായത്ത് എടുത്ത് സ്റ്റഡി ചെയ്യാം. അപ്പൊ ആ പഞ്ചായത്തിൽ വരുന്ന ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, ഒരു ആഫ്റ്റർ ഫ്ലഡ് 1-2 വർഷത്തെ ഫ്ലഡ് ഉണ്ടായില്ലേ, ആ ഫ്ലഡിന് ശേഷം നമ്മളുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള എയർ പൊല്യൂഷൻ എന്തുമാത്രം. അപ്പൊ അതിന് എയർ പൊല്യൂഷൻ എടുക്കുമ്പോൾ അവിടുത്തെ എയറൊക്കെ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടൊക്കെ വരും. അപ്പൊ അതിന് എയർ പൊല്യൂഷൻ അതിന്റെ മാപ്പൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള എങ്ങനെ ചെയ്യാം എന്നുള്ള അതിന്റെ ജേർണൽസ് ഒക്കെ സ്റ്റഡി ചെയ്യണം, എന്നിട്ട് കണ്ടെത്തണം. നിങ്ങൾ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമ്മളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരില്ലല്ലോ. നിങ്ങൾ അതിനുള്ള പ്രോജക്ട്സ് കണ്ടെത്തണം. വാട്ടറിന് എന്തൊക്കെ ആഫ്റ്റർ ഫ്ലഡ് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് അസസ് ചെയ്യാൻ പറ്റുക, സോയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, സോയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അതൊക്കെ സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇതൊക്കെ കുറേ തരം പ്രോജക്ട്സ് ഈ ഒരു ഏരിയയിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്നാണെങ്കിലും ലാസ്റ്റ് ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ടോപ്പിക് കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മളുടെ പ്രസന്റേഷൻ. അപ്പൊ 3 ടോപ്പിക് ആയിട്ടാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഒന്ന് മറ്റേ ഡിമോളിഷൻ വേസ്റ്റ് ആദ്യം തന്നു, പിന്നെ നിങ്ങൾക്ക് തന്നത് റിവർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഡിമോളിഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റ് കണ്ടെത്താൻ പറ്റും. അതുപോലെ റിവർ ഡെവലപ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ ഓഫ് പ്രോജക്ട്സ് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ റീച്ച് എടുത്തിട്ട് ആ റീച്ച് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളത്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്പർ ഓഫ് ജേർണൽസ് ഉണ്ട്, സ്റ്റഡീസ്, കേസ് സ്റ്റഡീസ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ ആക്ച്വൽ പ്രോജക്റ്റ് ആണ്. നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആക്ച്വൽ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മളൊരു പ്രോജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് പേപ്പറിൽ ആ പ്രോജക്റ്റ് ആക്കി വെക്കുന്നതല്ല, ആക്ച്വൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണ്. അത് ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് ചെയ്യാവുന്ന ഒരു എന്താ പറയാ കടപ്പാടാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം
നമ്മുടെ ഇന്നത്തെ സമൂഹം, നാളത്തെ സമൂഹം, അതിലേക്ക് നമുക്ക് ഒരു ചെയിനായിട്ട്, നമ്മൾ അതിലൊരു ചെയിനായിട്ട് നമ്മൾക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ലാസ്റ്റ് എടുത്തിട്ടുള്ള ഇതാണ് എൻവിറോൺമെന്റൽ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. അത് ആഫ്റ്റർ ഫ്ലഡ് മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വൈഡായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടുണ്ടാവുന്ന പൊല്യൂഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ നോക്കുക. അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പോയത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോജക്ട്സ് എടുത്തിട്ട് നല്ല വിജയകരമായിട്ട് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിൽഡിംഗ് പ്രോജക്ട്സും ഉണ്ടാവും. എന്തായാലും ബിൽഡിംഗ് പ്രോജക്ട്സ് അത്യാവശ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള പ്രോജക്ട്സ് എടുക്കുമ്പോഴുള്ള ഗുണം, ഇതിനോടനുബന്ധിച്ച് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്കൊരു എസ്റ്റിമേഷനൊക്കെ അതിലും കൂടി വരുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിങ്ങളുടെ പ്രോജക്റ്റ് ടോപ്പിക്കുകൾ, എങ്ങനെ പ്രോജക്റ്റ് ടോപ്പിക് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറെ വഴികളാണ് തുറന്നു തന്നത്. ഈ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കുറെ എന്താ പറയാ മാർഗരേഖകൾ മാത്രമാണ് തന്നത്. അപ്പൊ ബാക്കിയെല്ലാം കുട്ടികൾ സെലക്ട് ചെയ്ത് അവര് തിങ്ക് ചെയ്യട്ടെ, അവരിതിലേക്ക് വരട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ. നമ്മുടെ ജീവിതം തന്നെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് എങ്ങനെ നമുക്കും നമ്മുടെ ഭാവി തലമുറകൾക്കും എങ്ങനെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ, നല്ലൊരു എൻവയോൺമെന്റിൽ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് പറ്റുന്ന കുറെ ഇൻഫർമേഷൻ ആണ് മാഡം ഇന്ന് ഈ സെഷനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു സെഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഈ ടൈമിൽ കേൾക്കാം. അപ്പൊ ആദ്യമായിട്ട് MTI നിന്ന് തന്നെയുള്ള സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാം. കുട്ടികളില്ലേ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാൻ കാർത്തിക, MTI സിവിലിലെ സ്റ്റുഡൻ്റ് ആണ്. ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് കൂടുതൽ റീതിങ്ക് ചെയ്യാൻ പറ്റി. ഈ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒക്കെ നമ്മളും കാരണമാണ് ഉണ്ടാവണേ. അപ്പോ അതിന്നൊക്കെ എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു ജനറൽ ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഇതിനു മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായി മനസ്സിലാക്കാൻ പറ്റി. രാജലക്ഷ്മി മിസ് നന്നായി ക്ലാസ് എടുത്തു, ഞങ്ങൾക്ക് എപ്പോഴും ക്ലാസ് എടുത്തതിനെ പോലെ തന്നെ. താങ്ക് യു മിസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ പേരിലും, MTIയുടെ പേരിലും, ചേലക്കര പോളിടെക്നിക്കിന്റെ പേരിലും, പാലക്കാട് പോളിടെക്നിക്കിന്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു കാർത്തിക, താങ്ക് യു വെരി മച്ച്. ദെൻ അടുത്തത് ആരാണ് പറയുന്നത്? ഹലോ. ശ്രീഷ്ണ, യു അഗെയിൻ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് വളരെയധികം നന്നായിരുന്നു. എൻവയോൺമെന്റിൽ ഇത്രയും ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച്, ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയനെ കുറിച്ചൊക്കെ ഒരുപാട് നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെ മിസ് ക്ലാസ് എടുത്ത് തന്നു. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ രാജലക്ഷ്മി മിസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ ശ്രീഷ്ണ, താങ്ക് യു. പാലക്കാട് പോളിടെക്നിക്കിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഫീഡ്ബാക്കിന് വേണ്ടി. ഹലോ. പറയൂ അനശ്വര. പറയൂ. പറയൂ, കേൾക്കാം. ഗുഡ് മോർണിംഗ് മാം. ഞാൻ അനശ്വര, പാലക്കാട് പോളിടെക്നിക് സ്റ്റുഡന്റ് ആണ്. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഇത്രയും എഫക്റ്റീവ് ആയി ക്ലാസ് എടുത്തുന്ന മാം താങ്ക്സ്.
ഇങ്ങനെ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്ത MTI തൃശ്ശൂർ, GPTC ചേലക്കര, GPTC പാലക്കാട് എല്ലാവർക്കും എൻ്റെ പേരിലും പാലക്കാടൻ പോളിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അടുത്തത് ആരാണ് പറയുന്നത്? ഹലോ യെസ് സ്നേഹ. മാം, Yes. ഞാൻ സ്നേഹ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലക്കാടിലെ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 2 ദിവസം പോലെ തന്നെ ഇന്നത്തെ സെക്ഷനും വളരെ യൂസ്ഫുൾ ആയിരുന്നു. രാജലക്ഷ്മി മിസ്സിന് നന്ദി അറിയിക്കുകയാണ്. പൊല്യൂഷനും റിവറും സിക്ക് റിവറും ഒക്കെ നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഈ 1 മണിക്കൂർ ചുരുങ്ങിയ ടൈമിനുള്ളിൽ ക്ലാസ് എടുത്ത് തന്ന മാമിന് നന്ദി അറിയിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി. സോ താങ്ക് യു. താങ്ക് യു സ്നേഹ. അടുത്ത ചേലക്കര പോളിടെക്നിക്കിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹായ് മിസ്, കേൾക്കണ്ടോ? കിഷോർ പറയൂ. കിഷോർ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളെ ഇന്നത്തെ ക്ലാസ് എൻവയോൺമെന്റൽ സ്റ്റഡീനെ കുറിച്ചുള്ള ക്ലാസ് പ്രൊജക്ടിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ടീച്ചർ പറഞ്ഞതിന് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു ഡെയിലി കേൾക്കുന്ന ഈ എൻവയോൺമെന്റിന് പോലും ഇത്രയധികം പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചർ മനസ്സിലാക്കി തന്നു. എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. ഇതുവരെ കഴിഞ്ഞ 4 ക്ലാസ്സുകളും തന്നെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ബ്ലാങ്ക് ആയിട്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും, എങ്ങനെ തുടങ്ങുന്ന അറിയാത്ത നമുക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ഈ മൊത്തത്തിലുള്ള ഈ പരിപാടി. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ലാസ്സുകളും. അപ്പൊ ഈ ഒരു ക്ലാസ് ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ മനസ്സ് വെച്ച എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി പറയും. നന്ദി കിഷോർ. അടുത്തത് ആരാണ് വരുന്നത്? ചേലക്കര പോളിടെക്നിക്കിൽ നിന്ന് എന്തെങ്കിലും സ്റ്റുഡന്റ്? ഹലോ മിസ്. ഓക്കെ, ഡെൽവിൻ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഡെൽവിൻ. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ പറയാനുള്ളതൊക്കെ തന്നെയാണ്. നമ്മുടെ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെയുള്ള സൊല്യൂഷൻസ് ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് മിസ് ക്ലാസ് എടുത്ത് തന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചും അതുപോലെ അതിന്റെ സൊല്യൂഷനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റി ഇന്നത്തെ ക്ലാസ് കൊണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബേസ് ആണ് എല്ലാത്തിന്റെയും. നമ്മുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാ ഇതിന്റെയും ബേസ് ആണ്. അത് ഉണ്ടെങ്കിലേ ബാക്കി എല്ലാതും നമുക്ക് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയധികം ടോപ്പിക്കുകൾ അതുപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ള ഫ്ലഡ് അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഇതൊക്കെ സ്ഥിരം കാഴ്ചകളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും. അപ്പോൾ നമുക്കിങ്ങനെ അതിനെതിരെ അതിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റും, അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷൻ ഏരിയകൾ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഓരോന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഒരു ഐഡിയ, ഒരു ഏകദേശം നമുക്കൊരു ഓവർവ്യൂ കിട്ടാൻ ഇന്നത്തെ ഒരു ക്ലാസ് വളരെയധികം ഉപയോഗപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തു തന്ന മിസ്സിനും പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ പേരിലും നമ്മുടെ GPC ചേലക്കര പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡെൽവിൻ. ഒരു നല്ലൊരു ഒബ്സർവേഷൻ, നല്ലൊരു ഫീഡ്ബാക്ക് തന്നതിന് നന്ദി. ഇനി ആർക്കെങ്കിലും, ഏത് കോളേജിൽ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറെ നമുക്ക് മോർണിംഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ. ഓക്കെ ടീച്ചർ, താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ആഫ്റ്റർനൂൺ സെഷൻ നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ്. ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ഡെൽവിൻ പറഞ്ഞതും അത് തന്നെയാണ്. ഓരോ വർഷവും അപകടങ്ങളും ഡിസാസ്റ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിലെങ്ങനെ നിങ്ങൾക്കൊരു പ്രോജക്ട് ടോപ്പിക് കണ്ടെത്താം എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ആഫ്റ്റർനൂൺ. മിസ്റ്റർ ഹരിത് D ഫ്രം MTI ആണ് ആ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതോടുകൂടി ഒരു വാലഡിക്ടറി ഫംഗ്ഷനോട് കൂടി നമ്മളുടെ ഈ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ എല്ലാവരും
ടു ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് മുൻപ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ ടീച്ചർ, താങ്ക് യു. രാജലക്ഷ്മി ടീച്ചർ. ടീച്ചർ പറയൂ ടീച്ചർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ ടീച്ചർ, വെൽക്കം. ഓക്കെ, ബൈ. ബൈ ബൈ.